തെരഞ്ഞെടുപ്പ് വാർത്തകളിൽ തന്നെയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ന്യൂസ് 18 ഫോക്കസ് ചെയ്യുക. മറ്റു വാർത്തകളും ഉൾപ്പെടുത്തുക തന്നെ ചെയ്യും. ഒപ്പം സജിത്ത്, നമ്മൾ ഇന്നലെ നടത്തിയ മാരത്തൺ റിപ്പോർട്ടിംഗ് 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ നടത്തിയ മാരത്തൺ റിപ്പോർട്ടുകൾ, ആ റിപ്പോർട്ടുകൾക്കിടയിൽ ആണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സജിത്ത്, യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ഈ അവസാന ലാപ്പിലെ മാറിമറിയുന്ന വിഷയങ്ങൾ അത് സൂചിപ്പിക്കുന്ന രാഷ്ട്രീയം എന്തെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുന്ന പിണറായി വിജയനും CPM നേതാക്കളും, ഒപ്പം പിണറായി വിജയനെ കടന്നാക്രമിക്കുന്ന കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ. മറ്റൊന്ന്, കേരളത്തിലെ മുഖ്യ ശത്രു ആര് എന്ന വിഷയത്തിൽ ഇടതു മുന്നണിയിൽ ഉയരുന്ന ആശയക്കുഴപ്പം, അതല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ തന്ത്രം. ഇതിന്റെ രാഷ്ട്രീയമാണ് നമ്മൾ വിശദമായി തന്നെ പരിശോധിക്കുന്നത്. VV അരുണും MG രേണുകയും നമുക്കൊപ്പം തുടരുകയാണ്. അരുൺ, നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു MV ഗോവിന്ദന്റെ രാഷ്ട്രീയം എന്തുകൊണ്ടാണ് ഇത്തരം അദ്ദേഹം ഒരു നിലപാടെടുത്തത് എന്ന് നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ ദേശീയ തലത്തിൽ ഈ രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുന്ന ശൈലി CPM സ്വീകരിക്കുമ്പോൾ അതുണ്ടാക്കുന്ന ആശയക്കുഴപ്പം ചെറുതായിരിക്കില്ല. ഒരുപക്ഷെ CPMന്റെ സീതാറാം യെച്ചൂരിയെ പോലെയുള്ള ദേശീയ നേതാക്കളുടെയൊക്കെയുമായുള്ള ഒരു പൊതുധാരണയിലാണോ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ തന്ത്രം കേരളത്തിൽ CPM സ്വീകരിക്കുന്നത്? കേരളത്തിൽ CPMന് മറ്റു വഴികളില്ല എന്നതാണ് വസ്തുത. അതിന് കാരണം കോൺഗ്രസിനെ ആക്രമിച്ചും കോൺഗ്രസിൻ്റെ ആക്രമണം നേരിട്ടുമല്ലാതെ, രാഷ്ട്രീയമായാണ് ഞാൻ പറയുന്നത്, അങ്ങനെ ആക്രമണം നേരിട്ടും ആക്രമിച്ചുമല്ലാതെ കേരളത്തിൽ CPMന് മുന്നോട്ട് പോകാനാകില്ല. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് എന്നതിനപ്പുറത്തേക്ക്, കോൺഗ്രസ് എന്ന് പറയുന്നത് സ്വാഭാവികമായും കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്, KPCC അധ്യക്ഷൻ K സുധാകരൻ. അതിനപ്പുറത്തേക്ക് കോൺഗ്രസിൻ്റെ ദേശീയതലത്തിൽ ഏറ്റവും പ്രധാന മുഖം, ഒരുപക്ഷെ ഏതെങ്കിലും രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇന്ത്യ മുന്നണിക്ക് ഭരണം ലഭിച്ചാൽ അതിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരേണ്ട നേതാവാണ് രാഹുൽ ഗാന്ധി. അത്തരമൊരാളെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM നേതാക്കളും കടന്നാക്രമിക്കുന്നതിന് കാരണം രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങളാണെന്നതും മറക്കാൻ കഴിയുന്ന വസ്തുതയല്ല. പക്ഷേ അത് ഇവിടെ ഏതെങ്കിലും തരത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കും എന്നതിനപ്പുറത്തേക്ക് ദേശീയതലത്തിലാണ് തിരിച്ചടിയാകുന്നത്. അത് CPMന് തിരിച്ചടിയാവുന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസിന് ദേശീയതലത്തിൽ തിരിച്ചടിയാകുമെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. അതിന് കാരണം BJP അതിനെ വലിയൊരു രാഷ്ട്രീയ വിഷയമായി ഇതിനകം ഏറ്റെടുത്തു കഴിഞ്ഞു. ഇന്ത്യ മുന്നണി കെട്ടുറപ്പില്ലാത്ത മുന്നണിയാണ്. ആ മുന്നണിയുടെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ, പിണറായി വിജയൻ കേരളത്തിലെ CPM നേതാവാണ്, മുഖ്യമന്ത്രിയാണ്. അതിനപ്പുറത്തേക്ക് CPMന്റെ പൊളിറ്റ് ബ്യൂറോ അംഗമാണ്. ദേശീയതലത്തിൽ CPMന് ഭരണമുള്ള ഏക സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ്. അവിടെ അദ്ദേഹത്തെ ആ രീതിയിലാകും സ്വാഭാവികമായി BJP ഉയർത്തിക്കാട്ടുക. അങ്ങനെ CPMന്റെ പ്രധാനപ്പെട്ട നേതാവ് തന്നെ അവരുടെ ഘടകകക്ഷി എന്ന് പറയുമ്പോൾ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നണിയായി മാറേണ്ടി വന്നാൽ സഖ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായ കോൺഗ്രസിന്റെ നേതാവിനെ ആക്രമിക്കുന്നു. അവർ തമ്മിൽ ഏറ്റുമുട്ടൽ ശക്തമാകുന്നു. അത് ഇന്ത്യ മുന്നണിയിലെ പഠനപ്പിണക്കമായും ഇന്ത്യ മുന്നണിയിലെ ഐക്യമില്ലായ്മയായും ഏകോപനമില്ലായ്മയാണ് BJP നേതൃത്വം ഉയർത്തിക്കാട്ടുന്നത്. അത് ആ രീതിയിൽ കോൺഗ്രസ് മറുപടി പറഞ്ഞു പോകേണ്ട വിഷയമാകും. വരും ദിവസങ്ങളിൽ അത് BJP വലിയ ആയുധമായി എടുക്കുമെന്ന് ഉറപ്പാണ്. ഇപ്പോൾ തന്നെ BJP നേതൃത്വം അക്കാര്യങ്ങൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. പരസ്പരം പോരടിക്കുന്ന ഒരേ സഖ്യത്തിലെ രണ്ട് പാർട്ടികളായി CPMനെയും കോൺഗ്രസിനെ ദേശീയതലത്തിൽ BJP ചിത്രീകരിക്കുമെന്ന ഉറപ്പാണ്. അവിടെ രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളും സീതാറാം യെച്ചൂരിയെ പോലുള്ള CPMന്റെ മുൻനിര നേതാക്കളും മറുപടി പറയേണ്ട വിഷയമായി അത് മാറുമെന്ന ഉറപ്പാണ്. വരും ദിവസങ്ങളിൽ കുറച്ചുകൂടി ശക്തമായി മാറുകയും ചെയ്യും. സഹിത അരുൺ പറയുന്നിടത്താണ്, അതായത് ഈ വിഷയത്തെ എങ്ങനെയാണ് BJP ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ്. നമുക്കറിയാം, രണ്ടാം ഘട്ടത്തിലാണ് കേരളം വിധി എഴുതാൻ പോകുന്നത്. ഏപ്രിൽ 26-നാണ് കേരളത്തിൽ ഉൾപ്പെടെ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത്. ഒരു പക്ഷേ ഇന്ത്യ മുന്നണിക്കകത്ത് ഇരുവിഭാഗങ്ങൾ തമ്മിൽ പരസ്പരം ഏറ്റവും അധികം ഏറ്റുമുട്ടുന്നത് കേരളത്തിൽ ആണ്. അതുകൊണ്ട് തന്നെ ആ ഏറ്റുമുട്ടലിൽ നിന്ന് കിട്ടുന്ന വിമർശനങ്ങൾ അത് കഴിയുന്നത്ര പ്രയോജനപ്പെടുത്താൻ ആയിരിക്കും BJP ശ്രമിക്കുക. മാത്രമല്ല, BJPയെ സംബന്ധിച്ചിടത്തോളം ഇനിയും ശേഷിക്കുകയാണ് മറ്റ് ഘട്ടങ്ങൾ. ആ ഘട്ടങ്ങളിൽ പോലും പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന പ്രതികരണങ്ങൾ കഴിയുന്നത്ര കേരളത്തിൽ നിന്ന്, അതായത് ഇടതുമുന്നണിയുടെ ഭാഗത്ത് നിന്ന് സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ, അതാണ് ദേശീയ തലത്തിൽ തന്നെ CPMന് ദേശീയ തലത്തിൽ ഒരേ ഒരു സംസ്ഥാനത്ത് മാത്രമാണ് ഒരു മുഖ്യമന്ത്രിയുള്ളൂ. ആ മുഖ്യമന്ത്രിക്ക് നേരെ ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട മുഖങ്ങൾ ആയ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ വിമർശനം ഉന്നയിക്കുന്നു. ഇതേ മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കടന്നാക്രമിക്കുന്നു. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പരിസരത്ത് നിന്ന് ലഭിക്കുന്ന പ്രതികരണങ്ങൾ ആണല്ലോ സജിത്ത് വരും ഘട്ടങ്ങളിലേക്ക് പോലും BJPക്ക് ആയുധമാക്കാൻ സാധിക്കുക. അതെ, അത് തന്നെയാണ് സാഹചര്യം. രേണുക